ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഉപ്പുമാവാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അധികം എനിക്ക് ബാലൻസ് വരാറുണ്ട്. അപ്പോൾ ഉപ്പുമാവിന് സമമായിട്ട് തന്നെയാണ് ഈ ഒരു എന്താ പറയുക റവ എടുത്തിട്ടുള്ളത്. വറുത്ത റവയിട്ട് ഉണ്ടാക്കിയ ഉപ്പുമാവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് തന്നെ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ഉപ്പുമാവ് തന്നെയായിരുന്നു. അപ്പോൾ മുന്തിരിയിലൊക്കെ പല സ്നാക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമുക്കും അതുപോലെ തന്നെ ഈ ഒരു മുന്തിരിൻ്റെ ഇലയിൽ ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഉപ്പുമാവ് വെച്ചിട്ട്. അപ്പോൾ ഉപ്പുമാവ് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്തിരിൻ്റെ ഇല വിനാഗിരി അതുപോലെ തന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു എന്താ പറയുക 2-3 മിനിറ്റ് തിളപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. ഞാനിത് തിളപ്പിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ തിളപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇലയോടെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തത് ചെമ്മീൻ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അത് വീഡിയോ നഷ്ടപ്പെട്ടു പോയി. ചെമ്മീനാണ് നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഇഷ്ടമുള്ള നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. ചമ്മന്തി തന്നെ വെച്ചോളണമെന്നൊന്നുമില്ല. നമ്മൾ സവാളയിൽ വഴറ്റിയിട്ടുള്ള കൂട്ടുകളോ എന്തായാലും വെച്ചാലും നമുക്ക് ടേസ്റ്റ് അല്ലേ. ഉപ്പുമാവ് നല്ല മാവ് തന്നെയാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലൻ്റെ എന്താ പറയുക ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോൾ ലേശം വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു ചെറിയ പുളിയൊക്കെയാണ് കേട്ടോ ഈ ഇലക്കുള്ളത്. ഞാനിത് ഇല കൂടെ കൂട്ടിയിട്ട് നല്ല മുന്തിരി ആയിരിക്കണം, നല്ല മുന്തിരിവള്ളിൻ്റെ ഇല ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കായൊക്കെ വന്ന മുന്തിരീൻ്റെ ഇലയാണ്. ഒരു 3-4 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. അത് എത്ര എളുപ്പമാണെന്നല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഉപ്പുമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാക്കി നമുക്ക് എടുക്കാം. മുന്തിരിൻ്റെ ഇല അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയണ്ണിൻ്റെ ഇല അതുപോലെ തന്നെ വാഴയില ഒക്കെ ഉണ്ടാക്കാമല്ലോ. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇല തിളപ്പിച്ചിട്ട് എടുത്തിട്ട് അതിലുണ്ടാക്കിയാലും മതി. ഒരു 3-4 മിനിറ്റൊക്കെ ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇളയ ഇലയൊക്കെ നോക്കി ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾക്ക് മീൻ വെള്ളം വറ്റിക്കാനും ഇതിനൊക്കെ ഇലയില്ലാത്തവർക്ക് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഒക്കെ ഇത് ചില രാജ്യങ്ങളിലൊക്കെ ഇത് കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.